ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ 14ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ അല്ലെങ്കിൽ നോമിനേഷൻ ലിസ്റ്റ് ആണ്. അപ്പം എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു 14ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും നോമിനേഷനിൽ ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ വിന്നർ ആയിട്ടുള്ള റയാൻ മാത്രമാണ് ഈ ഒരു വീക്ക് നോമിനേഷനിൽ ഇല്ലാതിരിക്കുന്ന കണ്ടസ്റ്റന്റ്. അപ്പൊ ഈ ഒരു 14ാമത്തെ ആഴ്ചയിൽ 8 കണ്ടസ്റ്റൻസ് ആണ് മൊത്തം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളവർ. അതായത് നമ്മുടെ ദീപക്, മുത്തു, റയാൻ, വിശാൽ, അരുൺ, ജാക്ലിൻ, സൗന്ദര്യ, അതുപോലെ തന്നെ പവിത്ര. മൊത്തം 8 കണ്ടസ്റ്റന്റ് ആണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളവർ. ഇതിൽ റയാൻ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു വീക്ക് നോമിനേഷനിലുണ്ട്. അപ്പൊ ഇതിൽ പുറത്തു പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വീക്ക് ഓരോ വീക്കും ചില രീതിയിലുള്ള ട്രെൻഡ് മാറി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മുത്തുവിന് ഒരു പരിധി വരെ നല്ല വോട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, മുത്തു ഈ ഒരു സീസണിൽ വിന്നർ വരെ ആയേക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. നല്ല ഫാൻ ബേസ് ഉണ്ട്, നല്ല സപ്പോർട്ടുണ്ട്, നല്ല PR ഉണ്ട്. അതുകൊണ്ട് തന്നെ മുത്തുവിന് ഈ ഒരു വീക്കൊക്കെ ഈസി ആയിട്ട് ഫിനാലെ വീക്കിലേക്ക് പോകും. ഒരു ഫിനാലെ കണ്ടസ്റ്റന്റ് കൂടിയാണ് മുത്തു. അടുത്ത് ദീപകിനും നല്ല രീതിയിലുള്ള വോട്ട് വരുന്നുണ്ട്. ഒരു ഫിനാലെ കണ്ടസ്റ്റന്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിനുശേഷമുള്ളവരുടെ കാര്യത്തിൽ ആണ് ഒരു നേരിയ സംശയമുള്ളത് സൗന്ദര്യ സംബന്ധിച്ച് ഇതുവരെയും നല്ല രീതിയിലുള്ള PR വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സൗന്ദര്യ ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ ഈ ഒരു 14ാമത്തെ ആഴ്ച വരെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കണ്ടന്റുകളും കൊടുക്കാതെ കുറെ ക്യൂട്ട്നെസ് മാത്രം വാരി വിതറി കുറെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിട്ടുണ്ട്. ക്യൂട്ട്നെസ് കൊണ്ട് മാത്രം സൗന്ദര്യം ഇഷ്ടപ്പെട്ട നല്ലൊരു ശതമാനം പ്രേക്ഷകരുമുണ്ട്. കൂടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള PR വർക്കുകളും പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല സപ്പോർട്ട് നേടിയെടുത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് സൗന്ദര്യ. അതുകൊണ്ട് തന്നെ ഒരു ഫിനാലെ കണ്ടസ്റ്റന്റ് ആയിട്ട് സൗന്ദര്യയെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കും. അതിനുശേഷം വരുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിശാല്, ജാക്ലിൻ, അരുൺ, പവിത്ര എന്നിവരൊക്കെയാണ്. അടുത്ത നമുക്ക് വിശാലിനെ നോക്കിക്കഴിഞ്ഞാൽ വിശാലിന്റെ കാര്യവും എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കുറഞ്ഞു വന്നു. ഇപ്പൊ 1-2 ആഴ്ചയായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പം ഈ ഒരു വീക്ക് കയറി പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഒരു ഹോട്ട് സീറ്റിലേക്ക് ഞാൻ വിശാലിനെ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു വീക്കിലെ പെർഫോമൻസിന്റെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഒരു അൺഒഫീഷ്യൽ വോട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓഡിയൻസിന്റെ ഒരു ട്രെൻഡ് അറിയാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം ജാക്ലിനും ഈ ഒരു സീസണിൽ ശക്തമായ പ്രേക്ഷക പിന്തുണയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള PR വർക്കും സൈഡിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ജാക്ലിനൊക്കെ നല്ല രീതിയിലുള്ള വോട്ട് കുറഞ്ഞിരുന്നു. ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ജാക്ലിന്റെ ആ ഒരു പെർഫോമൻസും മൊത്തത്തിൽ കണ്ടസ്റ്റൻസിനിടയിൽ ജാക്ലിൻ നടത്തുന്ന ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചില കുത്തിത്തിരിപ്പുകളും മാനിപ്പുലേഷനും ഗെയിം ട്വിസ്റ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് മൊത്തത്തിൽ അങ്ങോട്ട് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ആഴ്ച നല്ല രീതിയിലുള്ള വോട്ട് അൺഒഫീഷ്യൽ പോളുകളിലൊക്കെ ജാക്ലിന് കുറവായിരുന്നു. അതിനുശേഷം നമ്മുടെ പവിത്ര, അരുൺ എന്നിവരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അറിയാം, മിക്കവാറും ഈ വരുന്ന 14ാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള 2 പേരാണ് അരുൺ അതുപോലെ തന്നെ പവിത്ര. 2 പേരും ഹോട്ട് സീറ്റിൽ തന്നെ എന്ന് നമുക്ക് പറയാം. നിലവിലുള്ള 8 കണ്ടസ്റ്റൻസിൽ 7 കണ്ടസ്റ്റൻസ് റയാൻ ഓൾറെഡി ഫിനാലെ വീക്കിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 7 കണ്ടസ്റ്റൻസിൽ പവിത്ര ആൻഡ് അരുൺ ആയിരിക്കും ഈ ഒരു വീക്ക് ഡേഞ്ചറസ് സോണിൽ എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് പവിത്രയൊന്നും ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ഇതുവരെ നിൽക്കാനുള്ള കണ്ടന്റുകളൊന്നും കൊടുത്തിട്ടില്ല. ഒരു സേഫ് സോൺ പ്ലെയർ ആയിട്ട് നൈസായിട്ട് സൈഡ് പറ്റിയാണ് ഇതുവരെയും ഈ ഒരു 14ാമത്തെ ആഴ്ച വരെ എത്തിയതെന്ന് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയേണ്ടി വരും. അതുപോലെ തന്നെ അരുണ് നല്ല ഫയർ മോഡിലൊക്കെ വന്നു. ആദ്യം 1-2 ആഴ്ച സൈലന്റ് ആയി പോയി, പിന്നെ ഫയർ മോഡിലേക്ക് വന്നു, വീണ്ടും സൈലന്റ് ആയി പോയി, ഒതുങ്ങിപ്പോയി ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പൊ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും അരുണെ സംബന്ധിച്ചും ഇല്ല, പ്രത്യേകിച്ച് വോട്ടുകൾ വരാനുള്ള കണ്ടന്റുകളും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 14ാമത്തെ ആഴ്ച അരുണിന്റെയൊക്കെ വിക്കറ്റ് തെറിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അരുണും പവിത്രയും ആയിരിക്കും ഈ ഒരാഴ്ച ഒരു ഹോട്ട് സീറ്റിലേക്ക് വരാനുള്ള സാധ്യതകൾ, പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ. ബാക്കി എല്ലാവരും തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നിലേക്ക് കയറി വരും. ഈ പറഞ്ഞ വിശാലാണെന്നുണ്ടെങ്കിലും ജാക്ലിൻ ആണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും നമ്മുടെ മുത്തു ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ദീപക് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത സൗന്ദര്യ ആണെന്നുണ്ടെങ്കിലും ഏതിപ്പം PR ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വോട്ടോടു കൂടി അടുത്ത ആഴ്ച താണ്ടും അല്ലെങ്കിൽ ഈ ഒരാഴ്ച കഴിഞ്ഞു പോകും എന്ന് തന്നെ നമുക്ക്
കരുതാം. എന്നാൽ അരുണിന്റെയും പവിത്രയുടെയും കാര്യം അങ്ങനെയല്ല. ഇനി ഈ ഒരാഴ്ച മണി ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കണ്ടസ്റ്റന്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ബിഗ് ബോസ് ഒരാളെ സേവ് ചെയ്ത് ഒരു എവിക്ഷൻ ആക്കിയേക്കാം. കാരണം ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ, മിഡ് വീക്ക് എവിക്ഷൻ നടത്താൻ പ്ലാൻ ഇല്ലെന്നുണ്ടെങ്കിൽ 2 എവിക്ഷൻ നടത്തി മൊത്തത്തിൽ നമുക്കൊരു 6 കണ്ടസ്റ്റൻസിനെയും വെച്ച് ബിഗ് ബോസ് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. 15ാമത്തെ ആഴ്ച ആ ഒരാഴ്ച ചിലപ്പോൾ ഒരു മിഡ് വീക്ക് എവിക്ഷൻ വെച്ച് 5 കണ്ടസ്റ്റൻസിലേക്ക് ചുരുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരാഴ്ച 2 കണ്ടസ്റ്റൻസിനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം 6 കണ്ടസ്റ്റൻസ് ഈ പറയുന്നത് പോലെ ഫിനാലെ വീക്കിലേക്ക് വരും. അപ്പൊ ആ ഒരാഴ്ച ഒരു മിഡ് വീക്ക് എവിക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നടത്താൻ സാധിക്കും. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഒരു 2 പേര് ഒരു ഡബിൾ എവിക്ഷൻ തന്നെ നമുക്ക് ഈ ഒരാഴ്ചയും പ്രതീക്ഷിക്കാം. അരുണും പവിത്രയും ആയിരിക്കണം ഒരു മോസ്റ്റ് പ്രോബബിളി പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ്. ബാക്കിയൊക്കെ പുറത്തുപോയ കണ്ടസ്റ്റൻസ് ഒക്കെ തിരികെ വന്ന് അവരുമായി നടത്തുന്ന സംഭാഷണവും ഈ ഒരാഴ്ചത്തെ മൊത്തത്തിലുള്ള പ്രേക്ഷകരുടെ വിലയിരുത്തലിനനുസരിച്ചിരിക്കും പുറത്തേക്ക് ആര് എന്നതിനെ കുറിച്ച്. അപ്പം ബിഗ് ബോസ് തമിഴ് സീസൺ 8 കാണുന്ന പ്രേക്ഷകരൊക്കെ പറയുക, നിങ്ങൾ ആർക്കായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ വിന്നർ ആരായിരിക്കും, ഈ ആഴ്ച ആരായിരിക്കും പുറത്തേക്ക് പോകുന്നതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.